ഫുട്ബോൾ ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10 സീസണുകൾ പിന്നിടുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് 3 തവണ റണ്ണറപ്പായതല്ലാതെ എടുത്തു പറയാനൊന്നും ഉണ്ടായിട്ടില്ല. ഈ 10 സീസണുകളിലായി നിരവധി താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. പലരും കേരളത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു. ഡേവിഡ് ജെയിംസ് മുതൽ പുൽഗ, പെക്കുസൻ, ഹോസു അങ്ങനെ നീളുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം കീഴടക്കിയവരുടെ നിര. എന്നാൽ ഇവരെക്കാളേറെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനം കവർന്നത് അഡ്രിയാൻ ലൂണ എന്ന ഉറുഗ്വൻ പ്ലെയർ ആയിരിക്കാം. 2021 മെൽബൺ സിറ്റിയിൽ നിന്നും ഉറുഗ്വൻ മജീഷ്യനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നത്. കരോലിസ് കിംഗിസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറിന്റെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തമായി മാറാൻ ലൂണയ്ക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. എസ്പാനിയോൾ അടക്കമുള്ള നിരവധി ക്ലബ്ബുകളിൽ കളിച്ചിട്ടുള്ള പരിചയ സമ്പത്തുമായാണ് ജൂലൈ 22, 2021 കേരള ബ്ലാസ്റ്റേഴ്സിൽ ലൂണ എത്തുന്നത്. വെറും 2 വർഷത്തെ കരാറിലായിരുന്നു ലൂണ ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. പിന്നീട് കേരളത്തിൽ കളിച്ചും കളിപ്പിച്ചും ബ്ലാസ്റ്റേഴ്സിന്റെ അവിഭാജ്യ ഘടകമായി മാറി. മുന്നിലേക്ക് കയറുമെന്ന് ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും ലൂണയുടെ വൈദഗ്ധ്യം അത് നിസാരമായിരുന്നില്ല. പലപ്പോഴും ലൂണയുടെ വലങ്കാലിന് മറുപടി പറയാൻ എതിർ ടീമിന് സാധിച്ചില്ല. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും വിങ്ങറായും ഫോർവേഡായും ലൂണ ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തം ചുമലിലേറ്റി. 2023-24 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ സ്ഥാനം ലൂണയ്ക്ക് നൽകി. അതോടൊപ്പം മഹത്തായ 10ാം നമ്പർ നൽകി ബ്ലാസ്റ്റേഴ്സ് ലൂണയിലുള്ള വിശ്വാസം ഇരട്ടിയാക്കി. ബ്ലാസ്റ്റേഴ്സിലെത്തിയ ആദ്യ 2 സീസണിലും മികച്ച പ്രകടനമാണ് ലൂണ കാഴ്ചവെച്ചത്. 2021-22 സീസണിൽ 23 ISL മത്സരങ്ങളിൽ 6 ഗോളുകൾ നേടി. 2022-23 20 മത്സരങ്ങളിൽ 4 ഗോളുകളും. എന്നാൽ ഇക്കഴിഞ്ഞ സീസൺ ലൂണയ്ക്ക് അത്ര സുഖകരമായിരുന്നില്ല കാര്യങ്ങൾ. സീസണിലുടനീളം വെറും 9 മത്സരങ്ങൾ മാത്രമാണ് ലൂണയ്ക്ക് കളിക്കാനായത്. ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ നേടി തുടങ്ങിയെങ്കിലും സീസണിന്റെ പകുതിയിൽ കാൽമുട്ടിനേറ്റ പരുക്ക് വില്ലനായി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ നിന്നും ലൂണയുടെ അഭാവം വല്ലാതെ നിഴലിച്ചു നിന്നു. സീസണിന്റെ ആദ്യ പകുതിയോളം 1ാം സ്ഥാനത്ത് നിന്ന ബ്ലാസ്റ്റേഴ്സ് പിന്നീട് ലൂണയുടെ പരുക്കോടെ പതിയെ ടേബിളിന്റെ താഴേക്ക് ഇറങ്ങി തുടങ്ങി. ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഓട്ടം ചെന്നെത്തിയത് പ്ലേ ഓഫിൽ ഒഡീഷയോടുള്ള തോൽവിയിലായിരുന്നു. പരിക്കിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ ലൂണയ്ക്ക് സീസൺ നഷ്ടമാവുമെന്നറിഞ്ഞത് കേരളത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ റിക്കവറി നടത്തിയ ലൂണ പ്ലേ ഓഫിൽ തിരിച്ചെത്തുമെന്ന് അറിഞ്ഞതോടെ ആരാധകർ വലിയ പ്രതീക്ഷയിലായി. എന്നാൽ ISLന്റെ പ്ലേ ഓഫിൽ ഒഡീഷയ്ക്കെതിരെ 81ാം മിനിറ്റിൽ മൈതാനത്തേക്ക് എത്തിയെങ്കിലും കാര്യമായ ചലനം സൃഷ്ടിക്കാനായില്ല. എന്തൊക്കെയാണെങ്കിലും താരത്തെ ആരാധകർ ഒരിക്കൽ പോലും വെറുത്തു കണ്ടില്ല. എന്നും അയാളോട് സ്നേഹം മാത്രമായിരുന്നു കേരളത്തിന്. ആ സ്നേഹം ലൂണ എന്ന് തിരിച്ചു നൽകിയിരുന്നു. കിരീടമില്ലാതെ ലൂണ ഒരു സീസൺ കൂടി പിന്നിട്ടിരിക്കുകയാണ്. സീസൺ അവസാനിച്ച് ലൂണ നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും കഴിഞ്ഞ ദിവസം താരം സോഷ്യൽ മീഡിയയിലൂടെ ക്ലബിനും ആരാധകർക്കും തനിക്ക് പിന്തുണ നൽകിയ ക്ലബിന്റെ മെഡിക്കൽ ടീമിനോടും നന്ദി അറിയിച്ച് പോസ്റ്റ് ഇട്ടിരുന്നു. ലൂണ ബ്ലാസ്റ്റേഴ്സിന് എന്താണെന്ന് അറിഞ്ഞതുകൊണ്ടാവണം ബ്ലാസ്റ്റേഴ്സ് ലൂണയുടെ കരാർ 2027 വരെ നീട്ടി നൽകിയത്.